ഹലോ, വെൽക്കം ടു ലക്കി നിക്കി. ഇന്ന് ഞങ്ങളൊരു അമ്പലത്തിൽ പോകുന്ന വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഇന്ന് വ്ളോഗൊന്നുമില്ലേ, ഞാൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും പിന്നെ മുത്തുമണികളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ വൈകുന്നേരമാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ മഴ പെയ്യണമെന്ന് ഞങ്ങൾ മൂന്നാളും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മഴയത്ത് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ആ തണുത്തിട്ട് അമ്പലത്തിലേക്ക് നടന്നു പോകുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വഴി. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു കുറച്ച് കാലം മുന്നേയുള്ള നമ്മളെ നാട്ടിൻപുറമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് ഇതിലൂടെ പോകുമ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഞാനും അമ്മയും ഞങ്ങൾ പിന്നെ മുത്തുമണികളും എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള കുറ്റിയിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഈ അമ്പലം അറിയുന്ന ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് പോവാം. പോകുന്ന വഴി അമ്മ അമ്പലത്തിലേക്കുള്ള കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്കുള്ള പോകുന്ന റൂട്ടിലേക്ക് എത്തിയേട്ടാ. മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അമ്പലത്തിൽ പോകാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ ഈ വഴി കൂടിയെല്ലാം പോകുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ലൊരു തണുപ്പും ചെറുതായിട്ടൊരു കാറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ഭയങ്കര ഭംഗിയാട്ടോ ഈ അമ്പലം കാണാൻ. അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ അപ്പുറത്ത് ഒരു തെങ്ങിൻ തോപ്പെല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇത് ഞങ്ങളുടെ അമ്പലത്തിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് കുറ്റിയിൽ ഭഗവതി ക്ഷേത്രം. ഈ ചെറിയൊരു അമ്പലമാണ് കേട്ടോ ഇത്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നട അടിച്ചിട്ടായിരുന്നു ഉള്ളത്. അപ്പം ഞങ്ങൾ അമ്പലത്തിനെല്ലാം ഒന്ന് ചുറ്റി. ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈവനിങ് ആയതുകൊണ്ട് അധികം ഒച്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര നിശബ്ദതയായിട്ട് ഞങ്ങൾക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. നമുക്ക് എന്തെങ്കിലും സമാധാനക്കേടെല്ലാം ഒന്ന് അമ്പലത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ മനസ്സിലൊന്ന് ഫ്രഷ് ആവില്ലേ. എനിക്ക് നോർമലി അങ്ങനെ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന കുട്ടി വ്ളോഗ്. അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആൽത്തറയുണ്ട് കേട്ടോ. ആൽത്തറയിൽ ഗുളികൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടില്ലല്ലോ, ഇതാണ് കേട്ടോ അത്. പിന്നെ അമ്പലത്തിൽ നട അടച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു നട തുറക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കുറച്ച് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.